അപ്പോൾ നമ്മൾ ബെർലിനിലെ പാലായിലെ നമ്മുടെ സെൻറ്ററിലാണുള്ളത്. ഇതാ ഇന്ന് അഡ്മിഷൻ, അതായത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ വിഷ്ണു? അതെ അതെ, അഡ്മിഷൻ്റെ ഒരു ബ്ലോക്കാണ് നമ്മളിപ്പോൾ കുറേ കാണുന്നത്. നമ്മുടെ മുത്തോലി ജംഗ്ഷനിൽ സംഭവിക്കുന്ന ഒരു ബ്ലോക്ക് അല്ലേ. അപ്പോൾ ഒരുപാട് രക്ഷിതാക്കളും അതുപോലെ തന്നെ രക്ഷിതാക്കൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഒരു ട്രാവലറൊക്കെ വിളിച്ചിട്ടാണ് ആളുകൾ വരുന്നത്. കാരണം അവരുടെ മക്കളെ ബെർലിനിലേക്ക് ഒരു വർഷത്തേനായിട്ട് നല്ലൊരു സ്കോറൊക്കെ കരസ്ഥമാക്കി 2025 നീറ്റിൽ നല്ലൊരു വിജയം നേടാൻ വേണ്ടി നമ്മുടെ ബെർലിനിലേക്ക് ആക്കി മടങ്ങുന്ന ഒരു കാഴ്ച. തീർച്ചയായിട്ടും. അപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ജോർജ് പറഞ്ഞ പോലെ 1-2 ആളുകളൊന്നും അല്ല വരുന്നത്, ഫാമിലി ആയിട്ട് ഒരുപാട് ആളുകൾ ട്രാവലറൊക്കെ വിളിച്ച് വരുന്നവരുണ്ട്, ബസ്സൊക്കെ വിളിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അതിന്റെ ഒരു തിരക്കാണ് നമ്മുടെ ഇപ്പോൾ മുത്തോലി ജംഗ്ഷനിൽ കാണുന്നത്. നമ്മുടെ പുറകിൽ തന്നെ കാണാം, നല്ല ബ്ലോക്കാണ്, ഇവിടെ ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പോലീസുകാരൊക്കെ അല്ലേ ഭയങ്കര ആത്മാർത്ഥമായ സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. കാരണം ഇതൊരു നാടിന്റെ അല്ലെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പ്രധാനപ്പെട്ട പാലായുടെ ഒരു ഉത്സവമാണ് ബെർലിനിൽ അഡ്മിഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പാലായിൽ നമുക്കറിയാം പലവിധ പെരുന്നാളുകളുണ്ട് അല്ലെ, രാക്കുളി പെരുന്നാളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ബെർലിനിലെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പാലായിലെ എല്ലാ കാലവും ഒരു ഉത്സവം തന്നെയാണ്, ഒരു വലിയ ആഘോഷം തന്നെയാണ്. അത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ ആഘോഷിക്കാറുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ ഒരു നിരത്തിനോടനുബന്ധിച്ച് തന്നെ ചേർന്നിരിക്കുന്ന എല്ലാ കടകളിലും കുട്ടികൾക്ക് ആവശ്യമായി വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് ബെഡ് തുടങ്ങി ഒരു ഹോസ്റ്റലിൽ ഒരു വിദ്യാർത്ഥിക്ക് എല്ലാ സാധനങ്ങളും നമ്മുടെ കടകളിലെല്ലാം വീട് റീക്രിയേറ്റ് ചെയ്യാൻ ഇവിടുത്തെ കടക്കാരെല്ലാവരും കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ബ്രില്യൻ്റ് വിദ്യാർത്ഥികൾക്കായിട്ട് ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധി കാഴ്ചകളിലേക്കാണ് ഇന്ന് വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും കൊണ്ടുപോകുന്നത്. അനുഷ്ഠ ഒരു കാര്യം കൂടെ എടുത്ത് പറയണം, കേരളത്തിൽ ഉടനീളമായിട്ട് ബ്രില്യൻ്റിൽ 8 സെന്ററുകളുണ്ട്. 8 സെന്ററുകളിലും ഇതേ തിരക്കുകൾ തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രില്യൻ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്ന 8 നഗരങ്ങളിലും ഇത്രയും വലിയ തിരക്ക് തന്നെയാണ് അവിടെയും സ്ഥിതി ചെയ്യുന്നത്. അവിടെ എല്ലാം പോലീസുകാരുടെ ഒരു നിയന്ത്രണത്തിലാണ് അവിടുത്തെ ഗതാഗത കുരുക്കെല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെയൊക്കെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് കടന്നു വരുന്ന നിരവധി വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും സ്വീകരിക്കാൻ ഒരു നാട് ഒരുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ കേരളം ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. കാരണം അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഭയങ്കര ഇമോഷണലി ആണ് പേരൻസ് ഇവിടുന്ന് മടങ്ങുന്നത്. കാരണം വേറൊന്നും കൊണ്ടുമല്ല, സ്വന്തം വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് കൊച്ചിനെ ഒരിക്കൽ ഒരു ഹോസ്റ്റലിൽ യാത്രയാക്കിയിട്ട് അവർ മടങ്ങുന്നത്. പക്ഷെ അവർ മടങ്ങുമ്പോഴും അവർ സംതൃപ്തരാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രില്യൻ്റെ ഹോസ്റ്റലുകളിൽ അത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി നൽകിയിട്ടുണ്ട്. നീറ്റ് എക്സാമിൻ്റെ പാലായിലെ ബാച്ചുകൾ നാളെ 10-ാം തീയതി ആരംഭിക്കുകയാണ്. പാലായിൽ എ ബ്ലോക്കിലും ഡി ബ്ലോക്കിലുമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ നാളെ ആരംഭിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്റ്റലിലേക്ക് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതോടൊപ്പം നോൺ കേരള സ്റ്റുഡൻസ്, മറ്റ് സ്റ്റേറ്റിൽ പഠിക്കുന്നവർ ഒക്കെ നമ്മുടെ ക്യാമ്പസിൽ നാളെ എത്തിച്ചേരുന്നുണ്ട്. അവരെല്ലാം നമ്മുടെ നിരവധിയായ ഹോസ്റ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തിരക്കാണ് നമ്മളിവിടെ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ എല്ലാ കുട്ടികൾക്കുമുള്ള ക്ലാസ് നാളെ രാവിലെ കൃത്യം 9 മണിക്ക് നമ്മൾ ആരംഭിക്കും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം വളരെ വേഗത്തിൽ ബ്രില്ലിൽ എല്ലാ സ്റ്റാഫും ഒത്തൊരുമയോടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേരൻസും കുട്ടികളും വളരെ ആവേശത്തോടെയാണ് ഇപ്പോൾ നമ്മുടെ ക്യാമ്പസിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോസ്റ്റൽ രാവിലെ തന്നെ വന്ന് ജോയിൻ ചെയ്യുന്നു. ക്യാമ്പസ് കാണാനായിട്ട് പേരൻസ് കുട്ടികളോടൊപ്പം നമ്മുടെ എ ബ്ലോക്കിലും ഡി ബ്ലോക്കിലും എത്തുന്നു. അതിലൊരു തിരക്കുകളൊക്കെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലാ മുത്തോലി ക്യാമ്പസിൽ റിപ്പീറ്റേഴ്സ് 2025 ക്ലാസ്സുകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് രക്ഷിതാക്കളും കുട്ടികളും വരുന്ന ഒരു തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല സെൻറ്ററുകളിലും നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. കുറച്ച് സെൻറ്ററുകളിൽ വരും ദിവസങ്ങളിലായിട്ട് ക്ലാസ്സുകൾ തുടങ്ങുന്നതാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ 5-ാം തീയതി ജൂൺ 5 മുതൽ ആരംഭിച്ചതാണ്. നമ്മുടെ കോഴിക്കോട് സെൻറ്ററിൽ ജൂൺ 6-നാണ് ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ 8-ാം തീയതി നമ്മുടെ എറണാകുളത്തും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തും ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് 9-ാം തീയതി നമ്മുടെ കൊല്ലം സെൻറ്ററിലാണ് ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുന്നത്. നാളെ പാലാ മുത്തോലി സെൻറ്ററിൽ ക്ലാസ്സുകളെല്ലാം ആരംഭിക്കുന്നു. നമ്മുടെ തൃശ്ശൂർ സെൻറ്ററിൽ ജൂൺ 12-ന് ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ജൂൺ 13-ന് നമ്മുടെ കണ്ണൂർ സെൻറ്ററിൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. ജൂൺ 19-ാം തീയതി നമ്മുടെ കോട്ടയ്ക്കൽ സെൻറ്ററിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാ സെൻറ്ററിലും ഒരേപോലെ തന്നെ നമ്മുടെ എല്ലാവിധ ക്രമീകരണങ്ങളും റെഡിയാണ്. അപ്പോൾ റിപ്പീറ്റേഴ്സ് 2025-നായിട്ട് എത്തിച്ചേരുന്ന ഓരോ കുട്ടികൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിൽ റെഡിയായിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ 2025 നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷനൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ നമ്മുടെ ക്യാമ്പസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ അനിയത്തിയുടെ അഡ്മിഷനൊക്കെ കരസ്ഥമാക്കിയത് ഹോസ്റ്റലിലേക്ക് അനിയത്തിയെ കൊണ്ടുവന്നിരിക്കുന്ന ആരാന്നതാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ് യാദവ് കൃഷ്ണൻ. യാദവ് യൂട്യൂബിലൊക്കെ നമുക്കറിയാം കേരളത്തിലുള്ള നിരവധി വ്യക്തികളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ യാദവിൻ്റെ അനിയത്തിയാണ്. ഭയങ്കര അഭിമാനത്തോടുകൂടി ബെർലിനിലേക്ക് ഇന്ന് കുട്ടിയെ ചേർത്തിരിക്കുകയാണ് നമ്മുടെ മാരിഗോൾഡ് ഹോസ്റ്റലിൽ അല്ലേ? യെസ്. അപ്പോൾ എങ്ങനെയാണ് ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു കാര്യം എങ്ങനെയാണ് യാദവ്? ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാനുണ്ടായിരുന്ന കാരണം ഡെഫിനറ്റ്ലി ബ്രില്യൻറ്റ് വളരെ പഴക്കം ചെന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് റിസൾട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഏറ്റവും ടോപ്പായിട്ടുള്ള കുട്ടികളെല്ലാം ബ്രില്യൻ്റ് ആണ്. പിന്നെ എൻ്റെ കസിനൊക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. പിന്നെ ഏറ്റവും ടോപ്പായി ഫെസിലിറ്റീസ് നിൽക്കുന്നത് അതുകൊണ്ട് അവർ തന്നെയാണ് നമ്മൾ വന്ന് നോക്കിയപ്പോഴൊക്കെ. പിന്നെ ആ കാരണം കൊണ്ടാണ് ബ്രില്യൻ്റ് ചൂസ് ചെയ്തത്. സ്വാഭാവികമായിട്ടും റിസൾട്ട് ഓറിയന്റഡ് സ്ഥാപനമായതുകൊണ്ട് തന്നെയാണ് അല്ലേ ബ്രില്യൻറ്റ് ചൂസ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അനിയത്തി മോളുടെ പേര് പ്ലസ് ടുവിനൊക്കെ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എൻ്റെ പേര് ഗായതി എന്നാണ്, ഗായതി കൃഷ്ണ MG. ഞാൻ +2 വിമല പബ്ലിക് സ്കൂളിലാണ് ചെയ്തത്, തൊടുപുഴ. എനിക്ക് +2 93% ഉണ്ട്. ഓക്കെ. അപ്പോൾ നീറ്റ് എന്നൊരു ലക്ഷ്യമൊക്കെ എന്ന് മുതലാണ് മോളുടെ, അല്ലെങ്കിൽ ഡോക്ടർ ആവണമെന്നുള്ളൊരു ലക്ഷ്യമൊക്കെ എന്നാണ് മോളുടെ മനസ്സിലാക്കുന്നത്? ആക്ച്വലി എനിക്ക് +1 +2 എന്ന് പറയുന്നത് ബയോളജിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബയോളജിയായിട്ട് ഏറ്റവും ഒരു അടുത്ത് നിൽക്കുന്ന മേഖല. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ സർവീസ് ചെയ്യാനായിട്ട്, ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, അവരുടെ ഓരോ അസുഖങ്ങൾ മാറ്റുന്ന ഇഷ്ടമാണ്. അപ്പം ഒരു സന്തോഷമല്ലേ നമ്മുടെ മനസ്സിൽ കിട്ടുന്നത്. അപ്പം ഡോക്ടർ ആവാൻ ഇഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹോസ്റ്റൽ കണ്ടു, ക്യാമ്പസൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പോൾ എന്ത് തോന്നി അമ്മ ക്യാമ്പസിലേക്ക്? ഞങ്ങൾ ക്യാമ്പസ് പണ്ട് വന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയല്ലോ. പുതിയ കെട്ടിടങ്ങൾ, ബിൽഡിങ്ങും ബ്ലോക്കെല്ലാം ആയതുകൊണ്ട്. അപ്പോൾ വന്ന് നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല ഇമ്പ്രഷനാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ബ്രില്യൻ്റ് തന്നെ ചൂസ് ചെയ്തേക്കാം. പിന്നെ ക്ലാസ് റൂമും കണ്ടു, ടീച്ചേഴ്സിനെ കണ്ടു, പിന്നെ ഡയറക്ടേഴ്സിനെ എല്ലാം കണ്ടു. എല്ലാവരുടെയും ബിഹേവിയറും എല്ലാം നമുക്ക് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ മോൾക്ക് ഏറ്റവും ബെറ്റർ സ്ഥാപനം ബ്രില്യൻ്റ് തന്നെയാണെന്ന് ഞങ്ങൾ ചൂസ് ചെയ്തു. പിന്നെ ഏതോ ഭാഗ്യം കൊണ്ട് അവൾക്ക് ഏറ്റവും അടുത്ത് തന്നെ ഹോസ്റ്റലും കിട്ടി. ജസ്റ്റ് ഒന്ന് ക്യാമ്പസിലേക്ക് കയറാൻ പാകത്തിന്. അപ്പോൾ ഹോസ്റ്റലിലും ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു തൊട്ടടുത്ത് തന്നെയാണ്, എല്ലാ സൗകര്യങ്ങളും അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടായിരുന്നല്ലോ ഹോസ്റ്റലുകളുടെയൊക്കെ. അപ്പോൾ മാരിഗോൾഡ് കിട്ടിയപ്പോൾ വളരെ സന്തോഷം. പിന്നെ റൂമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കയറി കണ്ടു, അത്യാവശ്യം എല്ലാ നല്ല സൗകര്യങ്ങളുണ്ട്. പിള്ളേർക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാനും ഒക്കെ ഉള്ള സാഹചര്യമുണ്ട്. എല്ലാം ഫുൾ ഹാപ്പിയാണ്. അല്ലേ, ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മോളൊരു ഹോസ്റ്റൽ ലൈഫിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്നത് മറ്റൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ആക്കിയിട്ട് പോകുന്നതിൻ്റെതായിട്ടുള്ള ടെൻഷനില്ല. സ്വാഭാവികമായിട്ടും അല്ലേ, അച്ഛൻ കുട്ടീനെ ഇവിടെയൊക്കെ നമ്മുടെ ഹോസ്റ്റലിൽ ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് യാത്രയാവുകയാണ്. സ്വാഭാവികമായിട്ടും അച്ഛൻ എന്ത് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ? എനിക്ക് നല്ല ബ്രില്യൻസ്, നല്ല ധൈര്യമാണ്. കാരണം എൻ്റെ പെങ്ങളുടെ മോള് അവിടെ പഠിച്ച ഡോക്ടറാണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MD പഠിക്കുകയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് നല്ല ധൈര്യമാണ്. ബ്രില്യൻസിനെ കുറിച്ച് നല്ല വിശ്വാസമാണ്. എനിക്ക് എൻ്റെ വീട് പോലെയാണ് ഇവിടെ തോന്നിയത്. അതും മാരിഗോൾഡ് ആയ കാരണം ഭയങ്കര സന്തോഷം ഉറപ്പ് തന്നെയാണ് എനിക്ക്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മോളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചേട്ടനായിരുന്നു അല്ലേ? ഒരു ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അനിയത്തിൻ്റെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിലേക്ക് ആക്കിയിട്ട് പോകണം. അപ്പോൾ വീട്ടിലുള്ളൊരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. അല്ല, ഡെഫിനറ്റ്ലി ലൈക്ക് നമ്മൾ മിസ് ചെയ്യുമല്ലോ. എങ്കിൽ പോലും ലൈക്ക് ലൈഫ് അങ്ങനെയാണ്. ഇപ്പോൾ അവൾക്ക് പഠിക്കാനുള്ള ടൈമായി. എങ്കിലും എൻ്റെ വീട് അടുത്താണ്, ബട്ട് സ്റ്റിൽ ഹോസ്റ്റലിൽ നിൽക്കണം. അപ്പം പഠിക്കാനുള്ള ടൈമായി. എങ്ങനെയല്ല ഒരു 1 ഇയർ ഇവിടെ ഹോസ്റ്റലിൽ നിന്നേ പറ്റൂ. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളങ്ങ് പഠിക്കുന്ന കാര്യത്തിലേക്ക് എങ്ങനെയാണ്? പഠിക്കുന്ന കാര്യത്തിൽ ആക്ച്വലി എന്നെ പോലെയല്ല, നല്ല ബ്രില്യൻ്റ് ആണ് ഇവിടെ. എന്തോ കാരണത്താൽ ബ്രില്യൻ്റ് ചൂസ് ചെയ്തു. അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്, പഠിക്കും. പിന്നെ ബയോളജിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഡോക്ടർ ആ സൈഡിലേക്ക് പോകുന്നു മാത്രം. അതുകൊണ്ട് കഷ്ടപ്പെട്ട് വരണമൊന്നുമല്ല, ഇഷ്ടം കൊണ്ട് മാത്രം. ഇഷ്ടം കൊണ്ട് ആരും വരാവുള്ളൂ. കഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതാണ്. എക്സാക്ട്ലി. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഒരു വർഷം കഴിഞ്ഞ് നല്ല സ്കോറൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. എല്ലാത്തിനും ബ്രില്യൻ ഫാമിലി ഒക്കെ ഉണ്ട്. എപ്പോഴും പറയാറുള്ളത് ബ്രില്യൻ ഫാമിലി. താങ്ക് യു സോ മച്ച്. ഹായ്, എൻ്റെ പേര് അൻമേരി എന്നാണ്. ഞങ്ങൾ തൃശ്ശൂർ കുന്നംകുളത്തു നിന്നാണ് വരുന്നത്. അപ്പം എൻ്റെ പേരൻസും ചേച്ചിയായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ബ്രില്യൻ പാല സ്റ്റഡി സെൻറ്ററിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എക്സൈറ്റഡ് ആണ്. നാളെ തൊട്ട് ക്ലാസ്സൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഹോസ്റ്റലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഹോസ്റ്റലൊക്കെ അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞു. വന്ദന ഹോസ്റ്റലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഈ ക്യാമ്പസ് കണ്ടു കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോകണം. എൻ്റെ പേര് ബിജു, ഞാൻ അൻമേരിയുടെ ഫാദറാണ്. ബ്രില്യൻറ്റ് സ്റ്റഡി അക്കാഡമി വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് കേട്ടിട്ടുണ്ട്.
ഇവിടുത്തെ പാസിംഗ് റേറ്റൊക്കെ വളരെ കൂടുതലാണ്. നല്ല റിസൾട്ടാണ് ഇവിടെ നിന്ന് ഞാൻ ഉള്ളതെന്ന് കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ചേരാനുള്ള കാരണം. ഇത്രയും വലിയൊരു ക്യാമ്പസ് ഈ രംഗത്ത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഹലോ, എൻ്റെ പേര് തീർത്ത. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. നീറ്റിന് ആരോട് ചോദിച്ചാലും ഫസ്റ്റ് ഒരു ഓപ്ഷൻ ബ്രില്യൻ്റ് ആണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ബ്രില്യൻ്റ് തിരഞ്ഞെടുത്തത്. ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഹോസ്റ്റലൊക്കെ വളരെയധികം നല്ല ഫെസിലിറ്റീസും പിന്നെ ഈ ക്യാമ്പസിലായാലും നല്ല ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം വളരെ ഞങ്ങൾക്ക് പറ്റിയൊരു രീതിയായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ബ്രില്യൻ്റ് തിരഞ്ഞെടുത്തത്. എൻ്റെ പേര് സന്തോഷ്. ഞങ്ങൾ കൊല്ലം ഇരവരുന്ന് വരികയാണ്. പിന്നെ എൻ്റെ മോളുടെ ഇഷ്ടപ്രകാരമാണ് ഇവിടെ പഠിക്കാൻ വന്നത്. പിന്നെ ഇവിടുത്തെ സ്കൂളും പരിസരമൊക്കെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ട് റൂമും എല്ലാം വളരെ വിശ്വാസമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കുറേ ഞങ്ങൾ ക്യാമ്പസിലൊക്കെ ഒരുപാട് കറങ്ങി നോക്കി, എല്ലാം വിശ്വാസമായിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ എനിക്കിവിടെ ഐവറി ഇൻ ഹോസ്റ്റലാണ് കിട്ടിയത്. നല്ല നേരെ ഓപ്പോസിറ്റാണ്, തൊട്ടടുത്താണ്. പിന്നെ അവിടുത്തെ സ്റ്റാഫ് ആയാലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഒരു റൂമൊക്കെ വളരെയധികം നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പം വളരെ ഹാപ്പിയാണ്. എൻ്റെ പേര് ശ്രേയ വിൽസൺ. ഞാൻ എറണാകുളം ചിറ്റൂരിൽ നിന്ന് വന്നേന്ന്. ഇവിടെ ബ്രില്യൻറ്റിൽ നീറ്റ് 2025 റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ചേർന്നേക്കണേന്ന്. എനിക്ക് നീറ്റ് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ വന്നപ്പോൾ ഞാൻ ആദ്യം ചൂസ് ചെയ്തത് ബ്രില്യൻ്റ് ആയിരുന്നു. കാരണം കേരളത്തിലായാലും ഏറ്റവും കൂടുതൽ പിള്ളേർ ടോപ്പേഴ്സ് വന്നതായാലും പിന്നെ ഇവിടുത്തെ സ്റ്റഡി സെൻറ്റർ ആയാലും എല്ലാം നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. കസിൻസൊക്കെ വന്ന് പഠിച്ചിട്ടായാലും കുറേ പേർക്ക് കിട്ടിയതായാലും ഞാൻ കേട്ടത് ബ്രില്യൻറ്റിൽ നിന്നായിരുന്നു. പിന്നെ ഫസ്റ്റ് ക്യാമ്പസിൽ വന്നപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിരിക്കും. ഇവിടെ പഠിത്തം മാത്രമായിരിക്കും. ഇവിടെ കൂടുതലും ബേക്കേഴ്സ് ആയാലും പിന്നെ കഫറ്റീരിയ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ പഠിത്തത്തിൽ നിന്നൊക്കെ അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ എനിക്കിവിടെ ഹോസ്റ്റൽ കിട്ടിയിട്ടുള്ളത് ലീജിയൻ ഹോസ്റ്റലാണ്. ഇവിടെ കുറച്ച് അടുത്ത് തന്നെയാണ്. അത് പോകാനായാലും ഞങ്ങൾക്ക് ഇവിടെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പാല തന്നെ ബ്രില്യൻറ്റിൽ നിന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട്. വേറെ ഫീസ് അതിനൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ടീച്ചേഴ്സിനെയൊന്നും പരിചയപ്പെട്ടിട്ടില്ല. എല്ലാവരും ഇപ്പോൾ വന്ന് ഫസ്റ്റ് ഡെയിലി ഞങ്ങൾ ചേർന്നേക്കണായിരുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ട് ക്യാമ്പസ് കാണാനായാലും. ഞാൻ എൻ്റെ ഫാമിലിയുടെ ഒപ്പമാണ് വന്നേക്കണത്. നമസ്കാരം, എൻ്റെ പേര് വിൽസൺ. ഇതിൻ്റെ മോള് ശ്രേയനെ ബ്രില്യൻറ്റിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ എൻ്റെ ഭാര്യയുണ്ട്, മൂത്ത മോളുണ്ട്. അപ്പോൾ കൊച്ചിന് പണ്ടിനാലെ തന്നെ ഒരു ഡോക്ടറാണെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ചോയ്സ് ചെയ്തത് ഞാൻ ബ്രില്യൻ്റാണ്. അപ്പോൾ ബ്രില്യൻറ്റിൽ ആദ്യത്തെ ഒരു +2 കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നീറ്റ് എഴുതിയായിരുന്നു. അത് ജസ്റ്റ് പാസ്സായേ ഉള്ളൂ. അപ്പോൾ ബ്രില്യൻറ്റിൽ എഴുതി ചേർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോക്കൊരു MBBS സീറ്റ് കിട്ടുന്നുള്ള ഉത്തമ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ബ്രില്യൻറ്റിൽ ചേർക്കാൻ തന്നെ കാരണം. പിന്നെ ഇവിടുന്ന് വന്ന് കണ്ടപ്പോൾ നല്ല കോളേജ് ക്യാമ്പസൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഹോസ്റ്റലിൻ്റെ ബ്രില്യൻറ്റിന് കീഴിലുള്ള ലീജിയൻ ഹോസ്റ്റൽ തന്നെ കിട്ടി. അത് തന്നെ നമ്മുടെ ബ്രില്യൻറ്റിലെ ആൾക്കാർ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു ഹോസ്റ്റലായതുകൊണ്ട് പിള്ളേരെ വിശ്വസിച്ച് നമുക്കിവിടെ ഏൽപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ കുട്ടിക്ക് നല്ലൊരു MBBS സീറ്റ് മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹലോ, എൻ്റെ പേര് റിയ ആൻ മരിയ. ഞാൻ സെൻറ്റ് ട്രീസാസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഇവിടെ വന്നപ്പം എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തിരുന്നു. നല്ല ക്യാമ്പസാണ്, എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഹോസ്റ്റൽ എൻ്റെത് മുന്നക്കര ഹോസ്റ്റലാണ്. അവിടെയും ഇതുപോലെ തന്നെ നല്ല ബെഡ്റൂമും നല്ല ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് അലോഷ്യസ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ടാഗോർ വിദ്യാനികേതൻ അവിടുത്തെ അധ്യാപകനാണ്. പല ബ്രില്യൻറ്റിനെ കുറിച്ച് ഒത്തിരി കേട്ടു. അവരുടെ റിസൾട്ട് അനാലിസിസ് നടത്തിയിട്ട് മാത്രമാണ് ഇവിടെ മോളെ ചേർത്തത്. ഇപ്പോൾ മോളോട് സെൻറ്റർ ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പാല സെൻറ്റർ തന്നെ വേണം. പാലയിൽ നല്ല ഡിസിപ്ലിൻഡ് കോച്ചിങ് ആയിരിക്കും. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ അവളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അവളുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പാല സെൻറ്റർ ചൂസ് ചെയ്തത്. നമ്മൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷത്തിലാണ്. മോൾക്ക് അലോട്ട് ചെയ്ത ഹോസ്റ്റൽ മുന്നക്കര സൂപ്പർവൈസറി ഹോസ്റ്റലാണ്. ഇവിടുന്ന് ഏകദേശം 150 മീറ്ററേ ഉള്ളൂ. ഞങ്ങൾ ഇവിടേക്ക് ഇന്നലെ വരുമ്പോൾ ചെറിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനമില്ല എന്ന് മനസ്സിലായി. അവിടെയുള്ള മാഡം വളരെ നല്ല രീതിയിൽ നമുക്ക് റൂമുകളൊക്കെ കാണിച്ചു തന്നു. നല്ല സൗകര്യമുള്ള ഹോസ്റ്റലാണ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി കുട്ടികളുണ്ടെങ്കിലും നല്ല ഒരു വൈബാണ് അവിടെ കാണുമ്പോഴൊക്കെ. പഠിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ.
നല്ലൊരു ഹോസ്റ്റലാണ് മോൾക്ക് കിട്ടിയത്. എൻ്റെ പേര് അഞ്ജനയാണ്. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത്. ബേസിക്കലി തമിഴാണ്, പക്ഷേ ട്രിവാൻഡ്രത്താണ് വരുന്നത്. ഇപ്പം നീറ്റ് 2025 റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് ജോയിൻ ചെയ്തേക്കണത്. ഓൾറെഡി ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മാർക്ക് അത്രയ്ക്കൊന്നും ഇല്ലാന്ന്, അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റേഴ്സ് ഇപ്രാവശ്യം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് കൺട്രോൾഡ് ഹോസ്റ്റലാണ് കിട്ടിയിരിക്കുന്നത്, GC ഹോംസിൻ്റെത്. ഹോസ്റ്റലിൽ പോയി നമ്മൾ റൂമൊക്കെ എടുത്തു. ഇപ്പം ക്യാമ്പസിലേക്ക് ഇപ്പോഴേ വന്നത്, ഇനി വേണം അകത്തേക്കൊക്കെ പോകാൻ. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ലൈബ്രറിയൊക്കെ കണ്ടു, വളരെ നല്ല ലൈബ്രറിയാണ്. അപ്പം മോൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിശ്വസിക്കുന്നു. நாங்கள் திருவனந்தபுரத்துலேருந்து வர்றோம். பட் பேசிக்கலி தமிழ் ஃபேமிலி வந்தது. ஏற்கனவே திருவனந்தபுரத்துடைய ஸ்டடி சென்டரில் படிச்சிருந்தா, இந்த தடவை நீட் எழுதியிருந்தாப்புல, கிராஷில் படிச்சிருந்தாப்புல வந்து ஆல்ரெடி ஸ்கோர்டு 492 எடுத்திருக்காப்புல வந்து. இப்போ திரும்ப ரிப்பீட்டர்ஸ் பேட்சுக்காக கொண்டு வந்து சேர்த்துருக்குறோம். நல்ல ஃபெசிலிட்டிஸ் நல்லா நிறைய இருக்குது. நல்ல லைப்ரரியில் ஏகப்பட்ட புக்ஸஸ் இருக்குது. நல்ல ஒரு கோச்சிங் இருக்கும்னு நான் நம்புகிறோம். கண்டிப்பாக அது பண்ணுவாங்கன்னு நினைக்கிறேன். நல்லபடியாக படிப்பாப்பில் வந்து பெஸ்ட் ஆப்பர்ச்சுனிட்டி தான் செலக்ட் பண்ணியிருக்கிறோம் அப்படிங்கிறது எங்களுடைய ഡിസിഷനാണ് இருக்குது. താങ്ക് യു. എൻ്റെ പേര് അഭിന. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ പപ്പ, എൻ്റെ രണ്ടാമത്തെ ചേച്ചി, എനിക്കൊരു മൂത്ത ചേച്ചിയും കൂടെ ഉണ്ട്. ഇതെൻ്റെ മമ്മ. എനിക്കിവിടെ മാരിഗോൾഡ് ഹോസ്റ്റലാണ് കിട്ടിയേക്കുന്നത്. ആൻഡ് ഞങ്ങളിന്ന് ഇവിടെ ഹോസ്റ്റലൊക്കെ കണ്ടു. എക്സ്പെക്റ്റ് ചെയ്തതിനും കാര്യം നല്ല ഹോസ്റ്റലാണ്. ആൻഡ് ക്യാമ്പസൊക്കെ കണ്ടു, അടിപൊളിയാണ്. ഞാൻ ഇവിടെ വരാൻ കാരണം എനിക്ക് MBBS പ്രൊഫഷൻ ഇഷ്ടമാണ്. സോ അതുകൊണ്ട് എൻ്റെ ചേച്ചി ഇവിടെ പഠിച്ചായിരുന്നു. എൻ്റെ ചേച്ചി ഇവിടെ പഠിച്ചിട്ട് റിപ്പീറ്റ് ബാച്ചായിരുന്നു. അതിനിപ്പോൾ MBBS കിട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൗസ് ഏജൻസി ചെയ്യുന്നു. ഇപ്പം ചേച്ചിയുടെ പേര് അഖിലായൻ. എൻ്റെ മോള് ഇവിടെ എൻട്രൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങളുടെ വീട് ട്രിവാൻഡ്രത്താണ്. ഒരു 5 വർഷത്തിന് മുമ്പ് എൻ്റെ മൂത്ത മോൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഒരു ഒപ്പീനിയനാണ് ഇവിടെ പാലാ ബ്രില്യൻറ്റിനെ പറ്റിയുള്ളത്. അപ്പോൾ മോള് ഇവിടെ പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഗുണമുണ്ടായി. അതിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസിയാണ് ഈ വർഷം. ഞങ്ങൾ അതുകൊണ്ടാണ് ഈ പാലാ ബ്രില്യൻറ്റ് തന്നെ ചൂസ് ചെയ്തതും. ഞങ്ങൾ ഇവിടെ കയറി കണ്ടപ്പോഴെല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട്. വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ. ഹലോ, എൻ്റെ ഒരു ഫാദിൽ ഷിബു. ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് നിന്ന് വരുന്നതാണ്. ക്യാമ്പസ് എല്ലാം കണ്ടു. ക്യാമ്പസൊക്കെ അടിപൊളിയാണ്. പിന്നെ ഹോസ്റ്റലിൽ പോയായിരുന്നു. സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലാണ് കിട്ടിയത്. എല്ലാം ഓക്കെയാണ്. അവിടുത്തെ ആൾക്കാരും ഒക്കെ അടിപൊളിയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചത്രയും പോലെ എല്ലാം ഉണ്ട്. നല്ല വൈബും എല്ലാം ഉണ്ട്. ഇനി പഠിച്ചാൽ മാത്രം മതി ഞങ്ങളെല്ലാം. ഹലോ, എൻ്റെ പേര് ഭാഗ്യ. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തു നിന്നാണ്. അപ്പം എൻ്റെ കൂടെ അച്ഛൻ, അമ്മ, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ എനിക്ക് വിക്ടോറിയ ഹോം എന്ന ഹോസ്റ്റലാണ് കിട്ടിയത്. ഇവിടെ ചെന്നപ്പോൾ നല്ല ഹോസ്റ്റലാണ്. പിന്നെ ഇവിടെ ക്യാമ്പസ് കണ്ടപ്പോൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിലും വലിയ ക്യാമ്പസ് ആയിരുന്നു. ആൻഡ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കിനി നല്ല ഫാക്കൽറ്റീസ് ഒക്കെ ആയതുകൊണ്ട് ഇനി ഇവിടെ വന്ന് പഠിച്ച് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിവിടെ നിൽക്കും. ഹായ്, എൻ്റെ പേര് സുകൃത. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഇത് അച്ഛൻ സുധീർ രവി, ഇത് അമ്മ രമ്യ സുധീർ. ബ്രില്യൻ പാലാ ക്യാമ്പസ് വന്ന് കണ്ടപ്പോൾ വളരെ നല്ല ഒരു ഇംപ്രഷൻ കിട്ടി. എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ലാബ് ആയാലും ഹെൽപ്പ് ഡെസ്ക് ആയാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഹോസ്റ്റലും തന്നെ ബത്തേൽ ഹോസ്റ്റലാണ് കിട്ടിയത്. ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നത്. മോളിപ്പം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബ്രില്യൻ്റ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഫെസിലിറ്റിയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാഫും വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. സ്ഥാപനത്തിൽ എന്താണ് നടക്കുന്നതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തരാൻ വേണ്ടി എല്ലാ സ്റ്റാഫിനും കഴിയുന്നുണ്ട്. ഇവിടെ നല്ലൊരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മകൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ പേര് ഹരിനന്ദൻ. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാനിവിടെ നടക്കൽ റെസിഡൻസിയിലാണ് ഇപ്പോൾ ഹോസ്റ്റൽ കിട്ടിയിരിക്കുന്നത്. വിചാരിച്ചതിനേക്കാളും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ നല്ലൊരു ഹോസ്റ്റലാണ്. നല്ല സ്പേഷ്യസ് ആണ് റൂം. പിന്നെ നല്ലൊരു നീറ്റ്നെസ് ഉണ്ട്. നോർമലി നമ്മൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ ഹോസ്റ്റലിൽ പോകുമ്പോൾ ഇത്രയും ഒരു നീറ്റ്നെസ് ഞാൻ ഇതുവരെ എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. നല്ലൊരു നീറ്റ്നെസ് എനിക്ക് കിട്ടി. പിന്നെ നല്ല ആംബിയൻസ്, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കണ്ടീഷൻ, പിന്നെ സ്റ്റുഡൻസിന് എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പഠിക്കാനുള്ളൊരു ആംബിയൻസും പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഒരുക്കുന്നത് ബ്രില്യൻറ്റിൻ്റെ ഒരു വളരെയധികം നല്ല ഒരു സ്കോപ്പാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നു ബ്രില്യൻറ്റ്. ഞാൻ ഗിരീഷ് കുമാർ. ഞാൻ സദേൺ റെയിൽവേയിലെ പാലക്കാട് ഡിവിഷനിലെ ലോക്കോ പൈലറ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് റെയിൽവേയിൽ. അപ്പോൾ എൻ്റെ മകനവിടെ പാലക്കാടിലെ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരെ ഒരു ലോക്കോ പൈലറ്റിന് ഒരു 3-4 വർഷം മുമ്പ് തന്നെ ഒരു ലോക്കോ പൈലറ്റിൻ്റെ എൻ്റെ ഫ്രണ്ടെന്ന് വെച്ചാൽ സീനിയറാണ്, പുള്ളി റിട്ടയർഡായി.
പുള്ളിയുടെ മകൾക്കായിരുന്നു ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് റാങ്ക്. അത് നമ്മുടെ ലോക്കോപ്പലിൻ്റെ മകൾക്കായിരുന്നു. അന്ന് തൊട്ട് എൻ്റെ കുട്ടികൾ ഒരുവിധം പഠിക്കുമെങ്കിൽ അവരെ ഇവിടെ തന്നെ വിടണമെന്ന് വിചാരിച്ചിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് ഈ ക്യാമ്പസ് വരുന്നത്. ഇവൻ പറഞ്ഞതുപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്തതിലും വളരെയധികം ടോപ്പാണ്. പിന്നെ ഇവർ വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ എനിക്ക് ഫീൽ ചെയ്തത്. നമസ്കാരം, ഇതെൻ്റെ മോള് നിള നായർ. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ബ്രില്യൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യം നമ്മുടെ പ്രീ ഡിഗ്രി മാറിയിട്ട് +2 വന്ന സമയത്ത് ഞാനൊരു ബയോളജി സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ബ്രില്യൻസിന് വന്ന ഒരു മെഡിസിനൊക്കെ എടുക്കുക എന്നുള്ളതാണ്. അന്നത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും അന്ന് ഇത്രയും ദൂരം വിട്ട് പഠിപ്പിക്കാനൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ട് വന്നിട്ടില്ല. ഇന്ന് മകളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് മെഡിസിൻ എടുക്കുക എന്നുള്ള അത് നല്ലൊരു റാങ്ക് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അഡ്മിഷൻ പ്രൊസീജിയർ വളരെ സ്മൂത്തെന്ന് പറയാൻ കാര്യം എല്ലാം ഓൺലൈനായിരുന്നു. എപ്പോഴും അവരുടെ സേവനം ഉണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എനിക്ക് പിന്നെ ക്യാമ്പസ് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അഡ്മിഷൻ സമയത്ത് അവർ വരണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരിട്ട് വരുമായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഫോണിൽ കൂടെ കൃത്യമായിട്ട് തന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഹോസ്റ്റൽ കിട്ടി. ഹോസ്റ്റൽ കണ്ടിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ണു നിറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നല്ല വീടിൻ്റെ അതേ ഒരു അറ്റ്മോസ്ഫിയറുള്ള ഒരു ഹോസ്റ്റൽ തന്നെയാണ്. അവിടുത്തെ വാർഡൻ്റെ ഒരു പെരുമാറ്റമാണെങ്കിലും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. സ്റ്റാഫുകളുടെ സഹകരണം വളരെ നല്ലതായിരുന്നു. എന്തായാലും ഒരു വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടതോടുകൂടി മോളെ നിർത്തിയിട്ട് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ വീട് എങ്ങനെയോ അതുതന്നെയാണ് ഇവിടുത്തെ ഹോസ്റ്റൽ സൗകര്യമെന്ന് കണ്ടു. ക്യാമ്പസും വളരെ വിപുലമായ ക്യാമ്പസാണ്. പിന്നെ യൂട്യൂബ് ചാനലിൽ കൂടെ കൃത്യമായിട്ട് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഓരോ വീഡിയോസും കൃത്യമായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് ശിവൻ സാർ പറയുന്നതൊക്കെ വീഡിയോസ് കൃത്യമായിട്ട് കാണാറുണ്ട്. എന്തായാലും ഇവിടുന്ന് അടുത്ത 2025 ഇറങ്ങുമ്പോൾ നല്ലൊരു റാങ്ക് തന്നെ നിള വാങ്ങിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം, ഞാൻ നിള നായർ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററിലാണ്. വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ. കാരണം നീറ്റ് 2025 വേണ്ടിയിട്ടൊരു മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് എങ്ങനെ ഹോസ്റ്റലിലൊക്കെ എങ്ങനെ നിൽക്കും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിൽ വന്നപ്പോഴാണ് അവർ കുറച്ചും കൂടെ നന്നായിട്ട് സ്മൂത്തായിട്ട് പ്രൊസീജിയേഴ്സൊക്കെ പറഞ്ഞു. അങ്ങനെ അഡ്മിഷനൊക്കെ എടുത്തു. ഹോസ്റ്റലിൻ്റെ സർവീസും വാർഡൻസിൻ്റെ സർവീസും വളരെ നന്നായിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് ബ്രില്യൻറ്റിനെ പറ്റിയിട്ടുള്ളത്. എൻ്റെ പേര് റിനി. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ പാലാ ബ്രില്യൻറ്റിൽ നീറ്റ് 2025 റിപ്പീറ്റർ ബാച്ചിൽ ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അലൗട്ട് ചെയ്ത ഹോസ്റ്റലായ വൈറ്റ് ഹൗസ് ഗ്രാൻഡിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ചുറ്റുപാടും ഹോസ്റ്റലും വളരെയധികം ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. വളരെ ക്ലീനായും നീറ്റുമായിട്ടുള്ള പ്രിമൈസസും വളരെ നീറ്റായിട്ടുള്ള റൂമും വളരെ നല്ല സ്റ്റഡി ആംബിയൻസ് ആണ് നൽകുന്നത്. ക്രാഷ് കോഴ്സിലൂടെ ആണ് ഞാൻ ബ്രില്യൻറ്റിലേക്ക് എത്തുന്നത്. ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി പാറ്റേണും എക്സാംസും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടാണ് റിപ്പീറ്ററിന് വേണ്ടി ഞാൻ പാലാ ബ്രില്യൻറ്റ് തിരഞ്ഞെടുത്തത്. എൻ്റെ പേര് ഗോപിക. എൻ്റെ പേര് ഗായത്രി. നമ്മൾ ട്വിൻസാണ്. നമ്മൾ വരുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ നിന്നാണ്. ബ്രില്യൻറ്റിൻ്റെ റിപ്പീറ്റർ ബാച്ചിലേക്ക് ഇത്തവണ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഹോസ്റ്റൽ വൈറ്റ് ഹൗസ് ഗ്രാൻഡാണ്. വളരെ നല്ല ഹോസ്റ്റൽ ആണെന്നാണ് ഇതുവരെ ഫസ്റ്റ് ഇംപ്രഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടുത്തെ സെർവൻസ് പിന്നെ വാർഡൻസ് എല്ലാം നല്ല രീതിയിലാണ് നമ്മളെ സഹായിച്ചത്. ബ്രില്യൻറ്റിൻ്റെ തന്നെ ക്രാഷ് കോഴ്സിന് നമ്മൾ പോയായിരുന്നു. അത് വളരെ നന്നായി തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബ്രില്യൻറ്റിന് റിപ്പീറ്റിന് വേണ്ടി വന്നത്. ഇപ്പോഴും അത് മികച്ച തീരുമാനമായിട്ട് തന്നെ തോന്നുന്നു. ഇവിടെ വന്ന് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടപ്പോഴത്തേക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ കാണുന്നത്. കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യവും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും മികച്ചത് തന്നെയാണെന്ന് തോന്നുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. ഇനിയും അങ്ങോട്ടായിരിക്കും എന്ന് കുട്ടികൾ തന്നെ പറഞ്ഞായിരുന്നു. കാരണം 1 മാസത്തെ അവർ ക്രാഷ് കോഴ്സിന് പോയിരുന്നു. അവിടെ വെച്ച് അവർ പറഞ്ഞിരുന്നു വളരെ നല്ല ക്യാമ്പസും അതുപോലെ തന്നെ അധ്യാപകരും മാനേജ്മെൻറ്റും എല്ലാം വളരെ നല്ല മികച്ച രീതിയിലുള്ളതാണെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ആ ഒരു ആത്മബലത്തിൽ തന്നെയാണ് ഇവിടെ വന്നത്. ഹലോ, എൻ്റെ പേര് ഫെബ ബാബു. ഞങ്ങൾ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്പോൾ ബ്രില്യൻറ്റിലേക്ക് വന്നിട്ട് എനിക്കിപ്പോൾ കിട്ടിയ ഹോസ്റ്റൽ എന്ന് പറയുന്നത് വിക്ടോറിയ ഹോം എന്ന് പറഞ്ഞ ഹോസ്റ്റലാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണല്ലോ വരുന്നത്. അത് എന്തായാലും ഫുൾഫിൽ ആയി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കിട്ടിയതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹോസ്റ്റൽ റൂം ആയാലും എല്ലാം അടിപൊളിയാണ്. അതന്നെ മൊത്തത്തിൽ അടിപൊളിയാണ്. ഞാൻ ബ്രില്യൻറ്റിൽ വരാണ്ടായ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ
ക്രാഷ് കോഴ്സ് ഞാൻ ബ്രില്യൻ്റിൽ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രാഷ് കോഴ്സിൽ പോയപ്പോൾ തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി. ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ടീച്ചിങ് ആയാലും മെറ്റീരിയൽസ് ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 1 ഇയർ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തീരുമാനിച്ചതും. ഞാൻ ഫെബയുടെ ഫാദറാണ്. റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രില്യൻറ്റിൽ വരാനുള്ള കാരണം വേറെ ഒന്നുമില്ല, കുട്ടി ഇതുപോലെ ക്രാഷ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോഴ്സിൽ കുഴപ്പമില്ല, 1 മാസം കൊണ്ട് തന്നെ എത്ര മാർക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് നമുക്ക് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ തുടർന്ന് 1 വർഷം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനുള്ള മെച്ചം ഉണ്ടാവും എന്നുള്ള കണക്കൂട്ടിയിട്ടാണ് ബ്രില്യൻറ്റിൽ വരാൻ കാരണം. പിന്നെ ഹോസ്റ്റലൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ല, എല്ലാം അടിപൊളിയാണ്. ഒരു റൂമിൽ 3 ബെഡാണ് ഉള്ളത്. എല്ലാവർക്കും അതിന് വേണ്ട സംവിധാനങ്ങളും ടേബിളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ലാമ്പും ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മാതിരി തന്നെ കാര്യങ്ങളൊക്കെ കിട്ടി. ഹലോ, എൻ്റെ പേര് അനുറോസ്. ഞാൻ തൃശ്ശൂരിൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ മെഡിക്കൽ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ബ്രില്യൻറ്റിന് ചേർന്നതാണ് 2024-25. ഞാനിവിടെ എൻ്റെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് വിക്ടോറിയ ഗ്രാൻഡാണ്. ഇത് പുതിയ ഹോസ്റ്റലാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. വരുമ്പോൾ തന്നെ നമുക്ക് കുറേ പ്രകൃതിയൊക്കെ ഉണ്ട് അടുത്ത്. അപ്പോൾ ഒരു എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ക്യാമ്പസാണ്. പിന്നെ ഫെസിലിറ്റീസ് എന്നൊക്കെ പറയുമ്പം ആദ്യം ഞാൻ റൂമിലേക്കാണ് വന്നത്. റൂം നല്ല സ്പേഷ്യസ് ആണ്. 3 പേരുള്ള റൂമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ എൻ്റെ റൂംമേറ്റ്സിനൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. എല്ലാവരും ഫ്രണ്ട്ലി ആണ്. ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ കാണുമ്പോൾ ഹോസ്റ്റൽ ഫ്രഷ്ലി പെയിൻറ്റഡ് ആണ്, നല്ല സ്പേഷ്യസ് ആണ്. കുറേ റൂംസൊക്കെ വലിയ റൂമുകളാണ്, 3 ബെഡൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് 3 വാർഡൻസാണ് ഇവിടെ ഉള്ളത്. എല്ലാവരെയും കണ്ടു, നല്ല ഫ്രണ്ട്ലി സ്റ്റാഫാണ്. അപ്പോൾ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാൻ 1 കൊല്ലം വന്ന് ചേർന്നിരിക്കുകയാണ്. ബ്രില്യൻറ്റിലാണല്ലോ. അപ്പോൾ ബ്രില്യൻറ്റിൽ നിന്ന് ഞാൻ ഇവിടെ ചേരാൻ കാരണം തന്നെ ബ്രില്യൻറ്റിൻ്റെ ഒരു റെപ്യൂട്ടേഷനൊക്കെയാണ്. എല്ലാ കൊല്ലം റാങ്കൊക്കെ ബ്രില്യൻറ്റിൽ നിന്നാണല്ലോ. വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ ന്യൂലി ബിൽറ്റാണ്, എല്ലാ സൗകര്യങ്ങളും ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് മോളെ ഇവിടെ ആക്കി പോകുന്നത്. ഡോക്ടറാവുക എന്നാണ് മോളുടെ ഒരു സ്വപ്നം. അപ്പോൾ അത് ബ്രില്യൻറ്റിലൂടെ തന്നെ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.